നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26. ആദ്യമായി തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായിരിക്കാമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ മന്ത്ലി എക്സ്പയറി അവസാനിച്ചു. അതിനാൽ തന്നെ ഇന്ന് മുതൽ നിഫ്റ്റിയുടെ പുതിയ വീക്കിലി മന്ത്ലി സീരീസുകൾ ആരംഭിക്കുകയാണ്. വരുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ആദ്യ ആഴ്ചയിലെ വീക്കിലി കോൺട്രാക്ട്സിൽ ഇന്നത്തോടുകൂടി ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ജുനിപ്പർ ഗ്രീൻ എനർജി, വൺ ഇൻഡിങ് ടെക്നോളജീസ്, സിബ്ഹൌളി സുഗേഴ്സ്, വികാസ് ഇക്കോടെക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് നിലകൊള്ളുന്ന 24,300 എന്ന ലെവലിന് മുകളിലായിട്ട് ഇന്നും നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 24,400, 24,500 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ല അപ്പർ സൈഡിലേക്ക്. മാത്രമല്ല, ഇന്ന് നിഫ്റ്റിയുടെ പുതിയ വീക്കിലി മന്ത്ലി സീരീസുകൾ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ നിഫ്റ്റി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തുടർന്ന് 24,500 എന്ന ലെവലിനടുത്ത് ായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും. ഒരുപക്ഷെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും അത് ലഭ്യമാകണമെന്നുള്ള യാതൊരുവിധ നിർബന്ധവുമില്ല. എന്നാൽ 24,500 എന്ന ലെവലും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് അപ്പർ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേഷ്യൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതിന് ശേഷം നിഫ്റ്റിയുടെ സ്വിംഗ് ഹൈ ആയിട്ടുള്ള, അതായത് ഓഗസ്റ്റ് മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷൻ ആയിരുന്ന 3-ാം തീയതിയിലെ ഡേ ഹൈ ആയ 24,777 എന്ന ലെവലിൽ ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസും നേരിട്ടേക്കാം. എന്നാൽ അതേസമയം 24,300 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് കൺസോളിഡേഷനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുകയില്ല. അങ്ങനെ കൺസോളിഡേഷൻ നടക്കുകയാണെങ്കിൽ 24,200 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമായി മാറുക. കാരണം ഈ കലണ്ടർ മാസത്തില് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഒരിക്കൽ പോലും നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നിട്ടില്ല. എന്നാൽ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിയിൽ സെല്ലിംഗ് പ്രഷർ ശക്തമാകുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഇല്ലെങ്കിലും US നിന്നും ഒത്തിരിയേറെ ഇവന്റുകൾ ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി ജൂലൈ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള പേഴ്സണൽ സ്പെൻഡിങ്ങിന്റെയും പേഴ്സണൽ ഇൻകത്തിന്റെയും ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, കോർ PCE പ്രൈസ് ഇൻഡെക്സ്, Q2 GDP ഗ്രോത്ത് റേറ്റിന്റെയും റിലീസ് നടക്കാനുണ്ട്. ഇതിൽ കോർ PCE പ്രൈസ് ഇൻഡെക്സ് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US ഫെഡ് ചെയർമാൻ കെവിൻ വാഷറിന്റെ സ്പീച്ചിൽ വരാൻ പോകുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായതിനാൽ തന്നെ ഇന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോർ PCI പ്രൈസ് ഇൻഡെക്സിന്റെ ഡേറ്റയുടെ റിസൾട്ട് ഒരുപക്ഷെ ഇന്ന് US മാർക്കറ്റിനെയും നാളെ ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് താനും. ഈ ആഴ്ചയിലെ ആദ്യ ട്രേഡിംഗ് സെഷനായ തിങ്കളാഴ്ച നേരിയ നഷ്ടത്തോടുകൂടി തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് ക്ലോസിംഗ് രേഖപ്പെടുത്തേണ്ടി വന്നെങ്കിലും യുഎസിന്റെ സാമ്പത്തിക ഉപരോധം ഇറാന് മുകളിൽ വന്നതിനെ തുടർന്ന് വെസ്റ്റ് ഏഷ്യയിൽ നിന്നും യുദ്ധഭീതി അകന്നുപോയതിന്റെ ഭാഗമായിട്ട് എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും നേട്ടം തിരിച്ചുപിടിക്കുവാൻ ആയെന്ന് മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ തുടർച്ചയായി രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും 1,593.53 കോടി രൂപയ്ക്ക് ബൈയിങ് ശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 230.26 കോടി രൂപയ്ക്ക് മാത്രമേ ഇന്നലെ ബൈയിങ്ങും തുടർന്നുള്ളൂ. ഇന്ന് 3 IPOസിന്റെ ലിസ്റ്റിംഗ് ആണ് നടക്കാനുള്ളത്. മെയിൻ ബോർഡിലേക്ക് ഗാജ ഓൾട്ടർനേറ്റീവ് അസറ്റ് മാനേജ്മെന്റിന്റെയും SME സെഗ്മെന്റുകളിലേക്ക് ധൻവെൽ ഹൈബ്രിഡ് സീഡ്സിന്റെയും മോബ് ഷോപ്പ് ഡിസ്ട്രിബ്യൂഷന്റെയും ലിസ്റ്റിംഗ് ആണ് നടക്കാനുള്ളതും. ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 0.31%, ഡോക്ടർ റെഡ്ഡീസിന് 1%, HDFC ബാങ്ക് ADRന് 0.38%, ICICI ബാങ്ക് ADRന് 2.5%, ഇൻഫോസിസിന് 1.25% നേട്ടം കൈവരിക്കുവാനായപ്പോൾ വിപ്രോയ്ക്ക് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയ്ക്കെതിരെ 50%
50% അധിക താരിഫ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഇന്നലെ കാനഡയുടെ ഭാഗത്ത് നിന്നും തിരിച്ചുള്ള മറുപടിയായിട്ട് US-നെതിരെ 50% അഡീഷണൽ താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ഹോർമുസ് കടലിടുക്കിലെ എല്ലാ മൈനുകളും നീക്കം ചെയ്തതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. മാത്രമല്ല ജലപാത തടസ്സപ്പെടുത്താനുള്ള പുതിയ നീക്കങ്ങൾക്കെതിരെ ഇറാന് മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും യാതൊരുവിധ മറുപടിയും വന്നിട്ടുമില്ല. ആയതിനാൽ തന്നെ ഇന്നലെ എണ്ണയുടെ വിലയിൽ ഇടിവ് തുടർന്നതിന്റെ ഫലമായിട്ടും ഇന്ന് US മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കായ എൻവിഡിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്നലെ US-ല് വീണ്ടും മിനിയാന്നത്തെ ശക്തമായ ഇടിവിന് ശേഷം ശക്തി ആർജിക്കുവാൻ സാധിച്ചു. തുടർന്ന് S&P 500-ന് 0.32%-ന്റെയും നാസ്ഡാക്കിന് 0.66%-ന്റെയും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. എങ്കിലും US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം 24 പോയിന്റുകളുടെ. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.4% നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.5% നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും അതേസമയം കൊറിയൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും സ്ലൈറ്റ്ലി പോസിറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. എണ്ണയുടെ വിലയിലുള്ള ഇടിവ് തുടരുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $86.86 ക്രൂഡ് ഓയിലിന്റെ വില $81 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25%-നടുത്തും ഇടിവാണ് രേഖപ്പെടുത്തുന്നതും. ഗോൾഡിന്റെ വിലയിലും 0.5% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $468.30 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ഇന്നു മുതൽ നിഫ്റ്റിയുടെ പുതിയ വീക്കിലി മന്ത്ലി സീരീസുകൾ ആരംഭിക്കുന്നതിനാൽ തന്നെ വരാൻ പോകുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുമെങ്കിലും നിലവിലെ ഡാറ്റകൾ പ്രകാരം PCR 1.16 എന്ന നിലയിൽ ബുള്ളിഷ് ആയിട്ട് നിലനിൽക്കുമ്പോൾ മാക്സ് പെയിൻ 24,300 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജിന് മുകളിലായിട്ട് തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായപ്പോൾ ക്ലോസിംഗ് സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് 24,300 എന്ന ലെവൽ നിഫ്റ്റിക്ക് മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് വീണ്ടും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ തിരിച്ചു പിടിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിലവിൽ നിഫ്റ്റി അതിന്റെ ഷോർട്ട് മിഡ് ടൈം മൂവിംഗ് ആവറേജുകളുടെ മാത്രമല്ല ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 100-ഡേ EMA മുകളിലായിട്ടുമാണ് നിലകൊള്ളുന്നതും. RSIയിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 50 എന്ന റെഫറൻസ് ലൈനിന് മുകളിലായിട്ട് 52.39 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുന്നത്. 24,200 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ് ഗ്രോയിന്റെ മാതൃകമ്പനിയാണ് ഇവർ. 1.6% വരുന്ന ഓഹരികൾ റിബിറ്റ് ക്യാപിറ്റല് ഒരു ബ്ലോക്ക് ഡീലിലൂടെ 1,914 കോടി രൂപ മൂല്യമുള്ള ഷെയർസ് 195 രൂപ പെർ ഷെയർ നിരക്കില് വിറ്റഴിക്കുവാനായിട്ടുള്ള സാധ്യതകൾ CNBC TV19 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെൽസ്പൺ കോർപ്പ്, വെൽസ്പൺ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് കൊമേഴ്ഷ്യൽസും കമ്പനിയുടെ MD-യും CEO-യുമായ ശ്രീ ബിബിൽ മാഥുറും ചേർന്ന് വെൽസ്പൺ കോർപ്പിലെ 2.4% ഓഹരികൾക്ക് തുല്യമായ 63 ലക്ഷം ഷെയർസ് ബ്ലോക്ക് ഡീലുകൾ വഴി വിറ്റഴിക്കുവാൻ സാധ്യതയുണ്ടെന്ന് CNBC TV19 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1,417 കോടി രൂപയുടെ മൂല്യമുള്ള ഇടപാടിൽ 2,250 രൂപ പെർ ഷെയർ എന്ന നിരക്കിലാണ് ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നതും. ഹൊനാസ കൺസ്യൂമർ ഷെയർ പർച്ചേസ് കരാറിൽ നിർദ്ദേശിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് ഫ്ലുവൻസ് ഫാർമയിലെ 58% ഓഹരികൾ ഏറ്റെടുക്കുവാനുള്ള നീക്കം കമ്പനി ഉപേക്ഷിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. സിപ്ല US FDA 2026 ഓഗസ്റ്റ് 17 മുതൽ ഇന്നലെ 25-ാം തീയതി വരെ പിതാംപൂരിലെ കമ്പനിയുടെ ഉൽപാദന കേന്ദ്രത്തിൽ കറന്റ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സംബന്ധിച്ച്
തുടർ പരിശോധന നടത്തി. പരിശോധനയെ തുടർന്ന് ഫോം 483 7 നിരീക്ഷണങ്ങൾ കമ്പനിക്ക് ലഭിച്ചിട്ടുമുണ്ട്. അഡ്വിത്ത് എനർജി ട്രാൻസിഷൻസ് മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്ന് 134.63 കോടി രൂപയുടെ ടേൺകി കരാർ കമ്പനിക്ക് ലഭിച്ചു. NBCC ഇന്ത്യ 170 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് രാജസ്ഥാൻ കൗൺസിൽ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് 121.74 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സായി പാരന്റേരൽസ് ഓസ്ട്രേലിയയിലെ കമ്പനിയുടെ ഉപസ്ഥാപനമായ നൗമെഡ് ഫാർമസ്യൂട്ടിക്കൽസിന് ഓസ്ട്രേലിയയിലെ പ്രമുഖവും കോടിക്കണക്കിന് ഡോളർ വിറ്റുവരുമാനമുള്ള ഒരു ഫാർമസി ശൃംഖലയായ OTCയുമായിട്ടുള്ള മരുന്ന് വിതരണ കരാർ കമ്പനി പുതുക്കി. യുണൈറ്റഡ് ബ്രൂവറീസ് പ്രീമിയം ഉൽപ്പന്നങ്ങളിലേക്കുള്ള ചുവടുമാറ്റം വേഗത്തിലാക്കുന്നതിനായിട്ട് കേരളം, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് ഹെനിക്കൻ സിൽവർ വ്യാപിപ്പിക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു. വരുൺ ബീവറേജസ് റെഡി ടു ഡ്രിങ്ക് മദ്യപാനീയങ്ങളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കിവ സ്പിരിറ്റ്സ് ആൻഡ് കമ്പനി എന്ന പുതിയ ഉപകമ്പനി രൂപീകരിക്കുന്നതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ 2026 ഓഗസ്റ്റ് 31 മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സ്ഥാനത്തു നിന്നും ഈ മാനേജറിയൽ പേഴ്സണൽ സ്ഥാനത്തു നിന്നും ശ്രീ വികാസ് മഹേശ്വരി രാജിവെച്ചു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് അത്യാധുനിക സോഫ്റ്റ്വെയർ ഡിഫൻസ് വെഹിക്കിൾസ് എന്ന ആശയത്തിലേക്ക് വഴി തുറന്നുകൊണ്ട് പുതുതായി അവതരിപ്പിച്ച Sierra.EVയിൽ ബിൽറ്റ് ഇൻ 5G കണക്ടിവിറ്റി ലഭ്യമാക്കുന്നതിനായിട്ട് ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായിട്ട് സഹകരണം കമ്പനി പ്രഖ്യാപിച്ചു. ARSS ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്ന് 104.06 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു.